നമസ്കാരം. ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ബാലയുടെയും അഭിരാമി സുരേഷിന്റെയും. 2010 ബാലയുടെയും അമൃതയുടെയും പ്രണയവിവാഹം നടന്നത്. 2019 ഇരുവരും വേർപിരിഞ്ഞു. പാപ്പു എന്ന അവന്തിക കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ബാലയും അമൃതയും വേർപിരിഞ്ഞത്. നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷ് രംഗത്ത് വന്നതു മുതൽ നിരവധി സത്യങ്ങൾ പുറത്തുവരികയാണ് ചെയ്തത്. 14 വർഷമായി ഞാൻ മിണ്ടാതിരിക്കുകയാണ്. എന്റെ നിശബ്ദത എന്നെ വെറുക്കാനുള്ള കാരണമായി മാറിയിട്ടുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾക്കാർക്കും സത്യാവസ്ഥ അറിയില്ലായിരുന്നു. അവിടെ വെച്ച് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പലതുണ്ട്. ചോര തുപ്പി മൂലയ്ക്ക് കിടന്ന ദിവസങ്ങളുണ്ട്. വീട്ടിൽ പറയാൻ പറ്റില്ലായിരുന്നു. അച്ഛനും അമ്മയും എതിർത്ത വിവാഹമായിരുന്നു. ഒരുപാട് ചതികളിലൂടെയാണ് കല്യാണത്തിലേക്ക് എത്തിയതും പോലും. എനിക്ക് മുമ്പ് ബാലുചേട്ടൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും ഡിവോഴ്സ് ആയതാണെന്നും അറിയുന്നത് എൻഗേജ്മെന്റിന് ശേഷമാണ്. സംഗീത സംവിധായകൻ രാജാമണിയാണ് അച്ഛനോട് പറയുന്നത്. ഇത് വേണ്ട എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് ബാലുചേട്ടനെ അത്ര ഇഷ്ടമായിരുന്നു. എന്റെ തീരുമാനമായിരുന്നതിനാൽ ഞാൻ അനുഭവിച്ചതൊന്നും ആരോടും പറഞ്ഞില്ല. ഇതിനൊക്കെ സാക്ഷികളായി ജോലിക്കാരായ ചേച്ചിമാരുണ്ടെന്നും നടി പറയുകയുണ്ടായിരുന്നു. എന്നാൽ ബാലയ്ക്കെതിരെ തുറന്നു സംസാരിച്ച ഗായിക അമൃത സുരേഷിനെതിരെ കടുത്ത സൈബർ ആക്രമണം തുടരുകയാണ്. മകളെ കൊണ്ട് അച്ഛനെതിരെ അമൃത സംസാരിപ്പിച്ചു എന്നാണ് ആക്ഷേപം. അച്ഛനെക്കുറിച്ച് ഇല്ലാ കഥകൾ പലതും അമൃത പറഞ്ഞു പഠിപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് കുട്ടി വന്ന് അച്ഛനെതിരെ വീഡിയോ ചെയ്തതെന്നും ചിലർ വിമർശിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് അമൃതയുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ചെമ്പൻ സ്റ്റെഫാൻ. തന്റെ ഫേസ്ബുക്കിലൂടെയാണ് സ്റ്റെഫാന്റെ പ്രതികരണം. കഴിഞ്ഞ 16 വർഷമായി അമൃത സുരേഷിന്റെ കുടുംബവുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ട്. എനിക്ക് സഹോദരിയെ പോലെയാണ് അമൃത ചേച്ചി. പാപ്പു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ്. ആ കുഞ്ഞിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളല്ല അമൃത. കഴിഞ്ഞ ഡിസംബറിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അമൃതയെ ബാല 2ാം കല്യാണം കഴിച്ചതാണെന്ന്. അന്ന് എന്നെ ഇത് പറയുന്നതിൽ നിന്നും അമൃത ചേച്ചി തടഞ്ഞിരുന്നു. അമൃതയെ കുറ്റം പറയാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ആളാണ് ബാല. അമൃതയെ കഴിഞ്ഞ് 3ാമതും കല്യാണം കഴിച്ച് ഇപ്പോൾ 4ാമത് ഒരാൾക്കൊപ്പം ലിവിംഗ് ടൂതറിലാണ് ബാല. അതുകൊണ്ട് തന്നെ അമൃതയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപ്പെടുത്തുന്നത്? അമൃതയും കുടുംബവും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അവർ കഷ്ടപ്പെട്ട് ജീവിക്കുകയല്ലേ. എന്നെങ്കിലും ഇത്തരം ഒരു വീഡിയോയുമായി അമൃത സുരേഷ് വന്നിട്ടുണ്ടോ? അപ്പുറത്ത് ബാല എന്തെങ്കിലും ഗുരുതരാരോപണം ഉയർത്തുമ്പോഴാണ് അവർ ചെറിയ രീതിയിലെങ്കിലും പ്രതികരിക്കാറുള്ളത്. ശരിക്കും നേരത്തെ ഇതേക്കുറിച്ച് ചേച്ചി പറയണമായിരുന്നു. പാപ്പു പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണ്. ആ കുഞ്ഞു ചെവിയിൽ കേട്ടതൊക്കെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്ത കാര്യം കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. 3 വയസ്സുള്ള കുഞ്ഞിന് ഇതൊക്കെ ഓർമ്മ കാണുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇതൊക്കെ വേദന നിറഞ്ഞ കാര്യങ്ങളാണ്. കുട്ടിയുടെ മനസ്സിലുണ്ടാകും. കോടതി വളപ്പിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയത് ഈ അടുത്ത് നടന്നതാണ്. അമൃതയും അഭിരാമിയും ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിന് മുൻപാണ് അത് നടന്നത്. അന്ന് ഞാനുണ്ട് അവിടെ. കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയല്ല കൊണ്ടുപോയത്. ഭയത്തോടെയാണ് കുട്ടിയെ അവിടെ കൊണ്ടുപോയത്. അടുത്ത് വിളിച്ചിരുത്തി സ്നേഹിച്ച് കുട്ടിയോട് സംസാരിച്ചിരുന്നെങ്കിൽ അയാൾ നല്ലൊരു അച്ഛനെങ്കിലും ആയേനെ. കുഞ്ഞിന്റെ പിറന്നാളിന് വിളിച്ച് വിഷ് ചെയ്തുകൂടായിരുന്നോ? സോഷ്യൽ മീഡിയയിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുകയല്ല വേണ്ടത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി തന്റെ അച്ഛനോടുള്ള ഭയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഐ ഹേറ്റ് ഡാഡി എന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് കാണിച്ച ദ്രോഹം ആ കുട്ടി ഓർക്കാതിരിക്കുമോ? അങ്ങേരുടെ ഡ്രൈവർ പറഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടതല്ലേ. തല്ലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അയാൾ വീഡിയോയിൽ അറിഞ്ഞിട്ടേയില്ല. മദ്യപിച്ചുകൊണ്ട് അയാൾ പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്കറിയാം. ദയവ് ചെയ്ത് ഇനിയും അവരെ ദ്രോഹിക്കരുത്. ഗോപി സുന്ദറിന്റെ റിലേഷൻ ഒളിച്ചുവെച്ച് നടക്കാലോ. എല്ലാവരുടെയും സമ്മതത്തോടെയാണ് അമ്പലത്തിൽ പോയി അവർ താലി കെട്ടി ജീവിതം തുടങ്ങിയത്. ഇതൊന്നും അവർ ഒളിച്ചുവെച്ചില്ലല്ലോ. ഇനിയെങ്കിലും അവരെ വെറുതെ വിടാൻ ആളുകൾ തയ്യാറാകണം. ചെമ്പൻ സ്റ്റെഫാൻ പറയുന്നു.